പിന്നെ സുന്ദരിനെ വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെ അത് ഞാൻ വിളിക്കും, അത് എനിക്കേ പറ്റും. അതെന്താ ആംടെക്കിൽ സുന്ദരനെ എനിക്ക് വിളിക്കാൻ പറ്റില്ലേ? ആംടെക്കിൽ സുന്ദരിമാരെ വിളിക്കാൻ ആകുള്ള ഒരു അവകാശം ആനിമേഷനും ഇല്ലാതെ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടെ അല്ല, എല്ലാവർക്കും അറിയാം ആംടെക്കിൽ ഒരു സുന്ദരിയെ വിളിക്കണമെങ്കിൽ അത് ഞാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ശ്രമിച്ചാലും നടക്കത്തുള്ളൂ. അതെ, ഞങ്ങളാണ് ഈ പരിപാടി ഞങ്ങൾ സുന്ദരിമാരോട് ചാറ്റിലിരുന്നിട്ട് സുന്ദരിമാരെ കണ്ടോ ഞങ്ങൾ കാണട്ടെ. കമ്മിറ്റിക്കാരെ പറയുന്നത് നീ കേട്ടില്ലേ? കേട്ടു അപർണ, കേട്ടു. എന്നിട്ട് എന്താ ചെയ്യാ? നീ എന്താ പറഞ്ഞ സുന്ദരിമാരുണ്ടെന്ന്? വിളിക്കും. ശരി ശരി, ഞാൻ തന്നെ വിളിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും വിഷമം മാറ്റാനായി ഞാനൊരു 6 സുന്ദരിമാരെ ഫാഷൻ ഷോയാ? ഫാഷൻ ഷോ. ഇന്നൊരു നല്ല ദിവസമായിട്ട് ഫാഷൻ ഷോ. നിനക്ക് എന്താ വിവരമില്ലേ? തിരുവാതിരക്കളി. അല്ല, തിരുവാതിരക്കളിയില്ലാതെ എന്ത് ഓണാഘോഷം? സോ ലെറ്റ്സ് വെൽക്കം ശ്രുതി ആൻഡ് പാർട്ടി ഓൺ സ്റ്റേജ്. നിന്റെ തല ഇങ്ങോട്ട് തിരിക്കരുത്, കേട്ടല്ലോ? അവിടെ ഇരുന്നോണം. Oh
മയങ്ങി പോകും. ഞങ്ങളും പോയില്ല അല്ലേ? ഇല്ല. ആൺടെക്കിലെ ഗേൾസിനെ കുറിച്ച് നീ എന്താ വിചാരിച്ച? അതെ കൊറേ നേരമായല്ലോ. ഇവിടെ ആർക്കും വിഷമിക്കൊന്നുമില്ലേ? കുറച്ച് നേരമല്ലോ തുടങ്ങിയിട്ട് ഇതെന്താ ഞങ്ങൾക്ക് വയറൊന്നുമില്ല വിചാരിച്ചു. നിങ്ങൾ എവിടെ പോയി നിന്നിട്ട് ഞങ്ങളിട്ട് വിഷം തിരിക്കും. ഞങ്ങള് ഓണസദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങക്ക് ഭക്ഷണം കഴിച്ചാ പോരെ? കളിയാ വിട്ടാലോ? വിടാ. 2 ഓണസദ്യ ഘട്ടത്തേക്ക് വിട്ടിട്ടുണ്ട്. വല്ലതും ബാക്കി വെച്ചായി. അപ്പൊ നമുക്കും ഇവരെ വിളിച്ചോണ്ട് പോവാം. അപ്പം എല്ലാവരെയും ഞാൻ ഓണസദ്യ വട്ടത്തേക്ക് ക്ഷണിച്ചോളൂ. അപ്പം സദ്യക്ക് ശേഷം നമുക്ക് നമ്മുടെ പരിപാടികൾ തുടരാം.